വയനാട്ടാണ് മുതുമുത്തശ്ശി വടിയൊക്കെ കുത്തിപ്പിടിച്ച് നല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇൻട്രോയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും, ഹൈലൈറ്റ്സ് കണ്ടിട്ടുണ്ടാവും. ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞങ്ങൾ സഫലമാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ഒരു പ്രൗഡ് മൊമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ. കാര്യം ഏറ്റവും കൂടുതൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആഗ്രഹിച്ച ഒരു സംഭവം, അതാണ് നമ്മൾ ഇന്ന് സാധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയുക, ദൈവത്തിനോട് ഫസ്റ്റ് തന്നെ നന്ദി പറയുന്ന കാര്യം. നമ്മൾ ഇപ്പൊ ഈ ഒരു സ്റ്റേജ് വരെ എത്തിച്ചേർത്തേക്കുന്ന ആളല്ലേ, അപ്പൊ ആൾക്ക് താങ്ക് യു. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതിലൊക്കെ ഒരുപാട് നിങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അല്ലേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ ഓയിലിന്റെ വർക്കിലും അല്ല നമ്മുടെ യൂട്യൂബ് ചാനലിലും ഒക്കെ നമ്മളെ ഒരുപാട് നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല പവർഫുൾ ആയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നത്. സന്തോഷം. ഈ ചീവിടിനെ കൂടെ ഒരു രക്ഷയില്ലല്ലോ, മഴക്കാലമായി കഴിഞ്ഞതാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ, തത്തമ്മ ചേച്ചിയൊക്കെ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ന് അവരിന് നേരെ തൃശ്ശൂർക്ക് പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എല്ലാവർക്കും സർപ്രൈസ് തരുന്നതിന്റെ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. പപ്പായോടും അമ്മയോടും ഒന്നും പറഞ്ഞിട്ടില്ല, ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. എന്താ പറയാ, വിരലിലുണ്ടാവുന്ന നമുക്ക് മാത്രം, നമ്മുടെ ഈ ഒരു ഫാമിലി കൊച്ചു കുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അവരൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ ഫേസ് എങ്ങനെയായിരിക്കും എന്ന് അറിയാണ്ട് ഭയങ്കര ഒരു ആകാംക്ഷയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതലും ഞാൻ രക്ഷപ്പെട്ട് കാണണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് എൻ്റെ 2 പേരൻസും. അവർക്ക് 2 പേർക്കും നമ്മളിത് ഗിഫ്റ്റ് ചെയ്യുന്നല്ലേ വെച്ച്. ഇനി അങ്ങനത്തെ ഉള്ള കറങ്ങാൻ പോകും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെ, ശരി. അങ്ങനെ നമ്മള് ഒരു സ്ഥലത്ത് എത്തിയേക്കാണ്. അതൊക്കെ നിങ്ങൾ ബോർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവായിരിക്കും എവിടെയാ എത്തിയിരിക്കുന്നത്. നമ്മുടെ വണ്ടി ഏതാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലേ. അവരൊക്കെ ഉള്ളിലോട്ട് പോയിട്ടോ, കാരണം നല്ല മഴ ചാറുന്നുണ്ട്. ക്യാമറ കൂടെ നോക്കിയാൽ തന്നെ അറിയാം, നല്ല മഴ കാര്യങ്ങളൊക്കെ ചാറുന്നുണ്ട്. അപ്പൊ എന്തായാലും നടക്കാൻ പറ്റാത്തോണ്ട് ഞാൻ തത്തി പോവാണ്. അതെ അതെ, അവരൊക്കെ കേറിയിട്ടുണ്ട് കേട്ടോ ഉള്ളിലോട്ട്. അപ്പൊ നമുക്ക് ഉള്ളിലായിട്ട് കേറാം അല്ലേ. നമ്മുടെ വണ്ടി ഡെലിവറി ഇത് EV6 1 കോടി മേലെ പോകും. പിന്നെന്താ, നമ്മള് കോടീശ്വരാണ്. അതെ, സ്നേഹം കൊണ്ട് നമ്മൾ. അതെ, ഇതേ കിടക്കുന്നത് ഇത് മോഹൻലാലിന്റെ കയ്യിലുള്ള വണ്ടിയാണ് ഇത്, നമ്മുടെ ലാലേട്ടന്റെ. അതെ അതെ, ബാക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ, അയ്യോ അതിന്റെ പേര് പറഞ്ഞ ഉറൂസ്, മറ്റേ പൃഥ്വിരാജിന്റെ ഉറൂസ്. ഇത് സോണറ്റ്, അത് കാരൻസ്. എവിടെയാണ് കൂട്ടാ നമ്മുടെ വണ്ടി? നമ്മുടെ കൂടെ വന്നവരൊക്കെ ഏത് രാജ്യത്ത് പോയെന്ന് എനിക്കറിയില്ല. മഴയായോണ്ട് നമ്മുടെ വണ്ടി എടാ കാണുന്നല്ല നമ്മുടെ വണ്ടി എന്നൊരു മോന്തടിച്ച് പൊട്ടിക്കേട്ടോ. അന്ന് ഇതാണ് നമ്മുടെ വണ്ടി കിടക്കുന്നതാണ്. മാറ്റമില്ല. അപ്പോ നേരെ നമുക്ക് കത്തിക്ക് കയറാല്ലേ, ബാക്കിയൊക്കെ ഇനി അവിടെ ചെന്നിട്ട്. എന്നിട്ടാണ് എല്ലാരും കൂടെ എന്നിട്ട് പരിപാടി എന്തിട്ട് എടുക്കാൻ വന്നതാ? അന്നൊരു ഹോസ്പിറ്റലിൽ വന്നേ, കിയേറ ഹോസ്പിറ്റലില്. കോഫി പറഞ്ഞിട്ടുണ്ട്, കിട്ടണം കുടിക്കാൻ. ചെരുപ്പ് ഇടിച്ചു കൊടുക്കുക. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, അപ്പൊ ഞാൻ അങ്ങോട്ടേ പോയിട്ട് വരട്ടെ. നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യട്ടാ. ഓക്കെ. അങ്ങനെ ഞാൻ ഒത്തിരി പേയ്മെന്റ് ഒക്കെ അടയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പേയ്മെന്റ് ഒക്കെ അടയ്ക്കാനായിട്ട് പോയിരിക്കുകയാണ്. അതൊക്കെ എല്ലാവരും നല്ല വെൽ ലുക്കിലാണല്ലോ വന്നിരിക്കുന്നത്, സെറ്റപ്പിലാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത്. അമ്മ ഒരു കരിഞ്ഞിരിക്കുന്നുണ്ട് ആ ലൈറ്റിന്റെ ഷെയ്ഡ്. ഇപ്പൊ ഒരു ഭയങ്കര ഗ്ലൈസിംഗ് ഇരിക്കുന്നത്. എന്റെ പൊന്നു, അത് ഈ ലൈറ്റിന്റെ പവറാണ്. ആ ഭംഗിയുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ലെന്നുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ. അടുത്ത ആള് ഇങ്ങോട്ട് പോ, നമ്മുടെ വീടല്ലോ. വാ. ആ വഴിയിൽ നല്ല ഉറക്കായിരുന്നു ആൾക്കേ. ചെറുതായിട്ടൊരു വൊമിറ്റിങ്ങിന്റെ
വോമിറ്റിങ്ങിന്റെ ഒരു ടെൻഡൻസി തുടങ്ങിയായിരുന്നു. അപ്പൊ തന്നെ അമ്മയുടെ മടിയിൽ പോയി നേരെ കിടന്നു തുടങ്ങി. അല്ലെങ്കിൽ ആള് വാള വെച്ചാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നു. എന്തായാലും വണ്ടി മേടിക്കാനാണ് ഇവിടേക്ക് വന്നത്, എങ്ങനെയാണെന്നുള്ളത് അറിയാലോ. അപ്പൊ ഏതെങ്കിലും ഒരു വണ്ടി എന്ന് പറയണ്ടേ. അപ്പൊ അതാണ് നമ്മുടെ വണ്ടി. അതെ, പൊളിച്ചിട്ടില്ല. ഒരു വഴിയോ ഒന്നും പല വഴി കൂടെ പോയി ഇവിടെ വന്ന് ചായയും പറഞ്ഞു കോഫി. ബാ ബാ ബാ, അതൊന്നും എടുക്കണ്ട, അങ്ങോട്ട് ബാ. പിള്ളേർക്ക് കിട്ടിയത് അവസരമായി എന്ന് വിചാരിച്ചിട്ട് തുള്ളി ചാടി കളിക്കവര്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അപ്പൊ ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ? പറയാം. അതെ, ഞങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഞങ്ങൾ എന്താണ് കാണിക്കുന്നത്? പറയൂ, പറയൂ, താൻ എന്താണ് കാണിക്കുന്നത്? പറയൂ, എന്താണ് കാണിക്കുന്നത്? ഇത്രയും നേരം ഛർദ്ദിക്കാൻ വന്നൊന്നും പറഞ്ഞ് നിന്നറിഞ്ഞ ആളാണ്. ഇവിടെ കൊച്ചു വർത്താനം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അമ്മയും തത്തമ്മയും അച്ഛനാണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത്. അമ്മ മാറിയിരിക്കുന്നുണ്ട്. മുത്തശ്ശി ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും മേത്ത് കൂടെ ഒലക്ക വന്ന് അവിടെ ഇവിടെ ഒക്കെ പോയി ഇരിക്കുന്നു. എന്താണ് ഇവിടെ ഒരു കുശലം? പിള്ളേർക്ക് വേണോ? കഴിച്ചോളാം. അപ്പൊ നമ്മുടെ കോഫി വന്നിട്ടുണ്ട്. എന്നാ കോഫി. ഓ കിയ ചായ പട്ടൂരൊന്നുമില്ല, ഒക്കെ കോഫിയാണ്. എന്നാ കോഫി. അമ്മ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ ചുരിദാറൊക്കെ ഇട്ട്. അതെ, നമ്മുടെ ഫേവറേറ്റ് കളർ ബ്ലാക്ക്. ചായ കോഫി ഒന്നുണ്ട്. ചായ ടീ ആണല്ലോ തന്നെ. 3 പേർക്ക് ടീ തന്നെ. അവൾക്ക് കോഫിയാ? ഇല്ല, ഈ സാധനമുള്ളത് മാത്രം ടീ ആയിരിക്കും. അച്ഛനും ടീ. എന്നാ നീ ടീ എടുത്തോ. അമ്മയ്ക്കല്ലേ? അമ്മയുടെ ടീയാ, എനിക്ക് കോഫി. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീമിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ മസേ? ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്നൊക്കെ പറയാം കേട്ടോ. കാരണം നമ്മൾ സ്വപ്നം കണ്ടത് നമ്മൾ കയ്യെത്തി പിടിച്ചിരിക്കുകയാണ്. കുറേ നാളത്തെ സ്വപ്നമാണ്. കുറേ ആളുകളുടെ അവഗണന ഉണ്ട് ഇതിനകത്ത്. ഒത്തിരി ആൾക്കാർ നമ്മളെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ആയിട്ടൊരു വണ്ടി എടുക്കാറായില്ലേ, അങ്ങനെയല്ല. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഒരു വണ്ടി പല ആൾക്കാരും നമ്മളുടെ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിന്ന ആ സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ കയറി കാണിക്കുന്നു പറഞ്ഞ് കുറേ പേര് നമ്മളെ അവഗണിച്ചിട്ടുണ്ട്. കുറേ പേര് നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലൈഫിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ മുസ? കാര്യം വലിയ കടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട, മനസ്സിന് ഇണങ്ങിയ നല്ല അടിപൊളി ഒരു വണ്ടി സ്വന്തമാക്കാൻ പറ്റിയേക്കാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മുടെ പേരൻസിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും. കാര്യം നമ്മളാണ് വണ്ടി ഓടിക്കുന്നതെങ്കിലും അവർ ഏറ്റവും ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു വണ്ടി വേണം. കാര്യം ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളിവിടെ ചേച്ചി ഈ ഒരു വീഡിയോക്ക് അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോക്ക് അതല്ല, നെക്സ്റ്റ് വരുന്ന വീഡിയോക്ക് അത് ചേച്ചിയുടേതായ ഫീലിങ്സ് പറഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. കാര്യം ഏറ്റവും കൂടുതൽ നമ്മളെക്കാളും
പ്രതീക്ഷ വെച്ചതും ആഗ്രഹിച്ചതും എൻ്റെ മക്കൾ രക്ഷപ്പെട്ട് കാണണം എന്ന് ആഗ്രഹിച്ച നമ്മുടെ ഫാമിലിയാണ്. അപ്പം അവരുടെ മുഖത്തെ ആ ഒരു പുഞ്ചിരി കാണുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനം എടുത്തതിലും വലിയ സന്തോഷമാണ് കേട്ടോ. അത്രയ്ക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു നിമിഷമാണിത്. അപ്പം ഞാൻ ഈ ടൈമിലൊന്നും ഇവിടെ ഇല്ല കേട്ടോ, കാര്യം എൻ്റെ കാലിന് വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ അപ്പുറത്തെ ക്യാബിനിൽ കുത്തിയിരിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ടിലേക്കൊന്ന് ജസ്റ്റ് പോയതാണ്. അമ്മയുടെ ചെരുപ്പൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ അമ്മയുടെ ചെരുപ്പ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ പോയതായിരുന്നു. അപ്പോൾ ആ സമയത്താണ് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വാക്കുകളില്ല, അത്ര പെരുത്ത് സന്തോഷമാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. എന്താ പറയുക, ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്നത്, അല്ല മുസേ? തീർച്ചയായിട്ടും അത്രയും ഹാർഡ് വർക്ക് ഉണ്ട് കേട്ടോ ലൈഫിൽ. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വെച്ചിരുന്ന് ഞങ്ങൾ കുറച്ച് പൈസ 10-20 കിട്ടുന്നത് സൂക്ഷിച്ച് വെച്ചിരുന്ന് നമ്മൾ സ്വന്തമാക്കിയ വണ്ടിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പവറായിട്ട് നമ്മുടെ വിഷ്ണു ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് കാലിന് വയ്യെങ്കിലും നമുക്ക് ദൈവം സഹായിച്ച് നല്ല കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് നിങ്ങൾക്കും ഒരുപാട്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പൊ നമ്മൾ 2-3-4 വർഷമായിട്ടുണ്ടല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ആ ഒരു ടൈം തൊട്ട് നമ്മൾ എപ്പോൾ സർപ്രൈസ് വീഡിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒത്തിരി ആൾക്കാർ ഗസ് ചെയ്ത് പറയാറുണ്ട് കേട്ടോ, നിങ്ങൾ കാർ എടുക്കല്ലേ. പണ്ടത്തെ ഒരു സ്റ്റോറി ഇല്ലേ, പുലി വരുന്നേന്ന് പറഞ്ഞാൽ അവസാനം പുലി വന്നൊരു സ്റ്റോറി. അതുകൊണ്ട് നമ്മുടെ പുലിക്കൂട്ടിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ. അപ്പൊ നേരെ നിങ്ങൾ ബാലൻസ് ഉള്ള വീഡിയോയിലോട്ട് പോയിക്കോളൂ. ഓക്കെ. മൊഴികളും മൗനങ്ങളും മിഴികളും വാചാലമായി തിരകളും തീരവും ഹൃദയവും വാചാലമായി തമ്മിൽ ഓർമ്മകൾ ആരും കംപ്ലീറ്റ് ട്രോളിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ. ഇനിയിപ്പോൾ നേരെ സർവീസിൽ നിന്ന് ആൾക്കാർ വരും, നമ്മളെ പിക്ക് ചെയ്യും, വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതെ, നേരെ ഹോട്ടലിൽ. ചിന്ത അതല്ല, ഞങ്ങൾക്ക് ഹോട്ടൽ ഫുഡാണ്. അതെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഓട്ടോറിക്ഷയ്ക്കാണ് കേട്ടോ വന്നറിഞ്ഞേ പെട്ടെന്ന്. അപ്പോൾ തിരിച്ചു പോകും. കാര്യം വെച്ചാൽ അമ്മയ്ക്ക് ഇത്തിരി വണ്ടിയിൽ കയറുമ്പോൾ ഇത്തിരി പ്രശ്നമുള്ള ആളായതുകൊണ്ട് ഛർദിയുടെ അതാണ് ഏറ്റവും വലിയ. ജാനി അതെ കേട്ടോ, ഇപ്പം തിരിച്ച തുടങ്ങിയിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓട്ടോറിക്ഷയ്ക്ക് പോകുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിയിൽ വരും. യെസ്, ഇതാണോടാ? പിള്ളേർക്ക് നല്ല റേറ്റും വാങ്ങിയാലുണ്ടല്ലോ അവര്. ഇതുണ്ടില്ലേ ചമരത്തിൽ വരയ്ക്കുന്നുണ്ട്. ആ ചെരുപ്പൊക്കെ ഇട് എല്ലാവരും. ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മുടെ എയറോപ്ലെയിൻ നമ്മുടെ കയ്യിൽ വന്ന് ചേരാൻ എയറോപ്ലെയിൻ കൊറേ റിവ്യൂകള് കണ്ടു, കൊറേ വണ്ടികളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കി. അതിലൊരു വണ്ടി കൂടി ഉണ്ട് നമുക്ക്. അതൊക്കെ ഇല്ല, അതൊക്കെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അത് ആദ്യം നിൽക്കുന്ന പറയും, അത് കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറയും. അപ്പൊ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല.
2 വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ എടുക്കും. അതെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ആ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് രക്ഷില്ലാത്ത വണ്ടി. രക്ഷില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിൽ അവർ അടിപൊളിയാണ്. എല്ലാം നോക്കി കണ്ട് റിവ്യൂ ആയാലും പിന്നെ എനിക്ക് ഇവരുടെ ടെസ്റ്റ് ഡ്രൈവൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ഈ ഇതിലേക്ക് വരുന്നത്. ഞാൻ മുമ്പും ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തലയിൽ കയറിയില്ല. നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. അങ്ങനെയാണ് കിയ എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാം കിയയിലെ ചെയ്യുമ്പോൾ ഇനി സോപ്പ് വരെ കിയ ആവുന്നുണ്ട്. വീട്ടിൽ കഴിക്കുന്ന സോപ്പ് വരെ എനിക്ക് കിയയുടെ ആവുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടിയതെല്ലാം കിയയുടെ പാച്ചിങ് ഉണ്ട്. കപ്പ് എല്ലാത്തിലും ഉണ്ട് കിയയുടെ പാച്ചിങ്. പിന്നെ അതും അപ്പുറത്ത് വേറൊരു ടീമുണ്ട് കേട്ടോ. അവർക്കും ഇന്ന് ഡെലിവറി ഉണ്ടെന്ന് തോന്നുന്നു. 2 ഫാമിലി ഇന്ന് 2 പേർക്ക് ഇന്ന് ഡെലിവറി ഉണ്ട്. നമുക്കിങ്ങനെ ടൈം ആയിട്ടില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 10-11 ആയില്ലേ. 10 മണി ആയപ്പോഴേക്കും നമ്മൾ 10 കാലൊക്കെ ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തേ. ഇവിടെ കലാകാരന്മാർ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ വന്ന് കൊടുത്ത്, അവർ വന്ന് സ്കെച്ചും പേപ്പേഴ്സൊക്കെ കൊടുത്ത് അവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. അമ്മേ കിഷന്റെ ട്രിയല്ലേ ഇത്? അതെ സൂപ്പർ. എന്താ അടിപൊളിയുണ്ട്. അതിന് പ്രശസ്തി കൊടുക്കരുത്. നമ്മൾ വരച്ചതായിരിക്കും നമ്മൾ പറയുന്നത്. ഇവിടെ അടിപൊളി കളർ ചെയ്യുന്നുണ്ട്. ഒരു തരി പോലും പുറത്ത് കളയുള്ളൂ. എന്റെ പൊന്നെ ഇതാരത്? ശംഖവിദത്തൻ LPG LKG. അതെ LPG അവിടെ സ്ഥാപിതമായിരിക്കുള്ളൂ. ഉണ്ടാവുന്നു. ഇപ്പൊ തന്നെ കേട്ടാന്ന് പറഞ്ഞായിരുന്നു എന്നോട്. സൂപ്പറായുണ്ട്. ഇത് കഴിയാനായിട്ട് നിൽക്കരുത്. എന്റെ പിന്നെ കിഷൻ കിയ മീൻ ഇത് സ്റ്റാർ കൊടുത്തേക്കണ് റേറ്റ് ഇട്ടിട്ട്. എന്റെ ദൈവമേ. സൂപ്പറായിട്ട് പിന്നെ സൂപ്പറായിട്ട്. കണ്ടു മാമ കണ്ടു സൂപ്പർ. ഐ ലവ് യു. ഓക്കെ കൊച്ചിൻ്റെ ഐ ലവ് യു. ഇതേ ലവ്. ഓക്കെ ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ ഡ്രീം അതെ അതിനുള്ള ടൈമായി. ഞങ്ങൾ വിളിച്ചിരിക്കുകയാണ്. നേരെ ഞങ്ങൾ വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ. ഒരു വല്ലാത്തൊരു സന്തോഷം അല്ലേ. കരയണോ ചിരിക്കണോ എന്താ അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല കേട്ടോ. അത്ര ഒരു സന്തോഷം. ഏറ്റവും നല്ല എന്താ പറയാ ഒരു മൊമെന്റ് നമ്മൾ നമ്മുടെ പേരൻസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. കാര്യം നമ്മൾ രക്ഷപ്പെടണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. എടുക്കാമോ? നടന്ന് പൈക്കുക. നിങ്ങൾ നടന്ന് ഞാൻ പൈക്കുക. അവരൊക്കെ പോയിട്ടാ എനിക്ക് കാലിൽ ഉയർന്ന് ഓടി നടക്കാൻ പറ്റാത്തതിന്റെ വിഷമമാണ്. അയ്യോ എടാ നിൽക്കണം ഫ്രണ്ടിലാണ്.